പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ബെൻസ് വിൽക്കാനും കാർ വിൽക്കാനും ഒക്കെ താല്പര്യപ്പെട്ട് നിങ്ങൾ വെറുതെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആള് പണത്തിന്റെ വിഹിതം കിട്ടിയില്ല, അല്ലെങ്കിൽ നഷ്ടം നികത്തിയില്ല, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, സ്ഥാനം കിട്ടിയില്ല, എന്തിനാണ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ വഴക്കൂടിയത്? അങ്ങനെ പറഞ്ഞു അതും റോങ് ടൈം. എവിടെ പറഞ്ഞു? നിങ്ങൾ അഖിൽ മാരാ 2020 വരുമാന നഷ്ടം ഉണ്ടായി, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, ആരും വിളിക്കുന്നില്ല. അക്കോമഡേഷൻ എന്താ അർത്ഥം? ഇവിടെ കാശ് വേണമെന്ന് അർത്ഥം. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇവിടെ ഞാൻ ആളെ വടിയാക്കുന്നു. എനിക്ക് ഇവിടുത്തെ ഒരുത്തനെ സുഖിപ്പിച്ച് കിട്ടുന്ന ഒരു മാങ്ങാത്തൊലിയും വേണ്ട. നീ വല്ലാണ്ട് വളർന്നവല്ലേ. നിങ്ങളെ ആരാ വിശ്വസിക്കുക? നിങ്ങളുടെ വിശ്വാസ്യത എന്താണ്? രാവിലെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസ്യത? രാവിലെ പറയുന്നത് വൈകിട്ട് മാറ്റി പറയുന്നത്. അഖിൽ ഈ പറഞ്ഞത് അല്പം കഴിഞ്ഞ് മാറ്റി പറയില്ല എന്താ ഉറപ്പ്? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. രാവിലെ പറയുന്നത് അഖിൽ സത്യത്തിൽ ഈ ചർച്ച നമുക്ക് പിന്നെ മാറ്റി വെച്ച് ചർച്ച ചെയ്യാൻ ബാക്കി. കാരണം അഖിൽ മാറ്റോ ഇല്ലേ നമുക്ക് ഉറപ്പില്ല. അപ്പൊ ഈ ചർച്ചയെ പറയുന്ന അഖിൽ 10 മിനിറ്റ് കഴിഞ്ഞ് മാറ്റില്ല എന്താ ഉറപ്പ്? അടുത്ത പ്രശ്നം ഒരു അഞ്ച് കാര്യം പറയാവോ? ഞാൻ വി ഡി സതീശൻ പറഞ്ഞ അങ്ങോട്ട് പറയാം. അല്ല, ഞാൻ ബാധിച്ച വിഷയം അഖിൽ മാറ്റി എന്താ ഉറപ്പ്? അഖിൽ വി ഡി സതീശനെ വിമർശിക്കുന്നു, നെഹ്റുവിനെ വിമർശിക്കുന്നു, ഗാന്ധിയെ വിമർശിക്കുന്നു, അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നാളെ ഇതാണ് ഞാൻ പറഞ്ഞത്, വയറ്റിപ്പഴപ്പാണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. രാഷ്ട്രീയമാണ്. പച്ചരിയുടെ പാവപ്പെട്ടവനെ ഉദ്ധരിക്കാനല്ല. ഒരു നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്ക് മാറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കും? കോയമ്പത്തൂർക്കുള്ള ബസ് പോയാക്കാർക്ക് ശരിയാണ് ഒരു പാളക്കൊല ബാക്കി ആനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ അഭിപ്രായം മാറ്റുന്ന അഖിലിനെ എങ്ങനെ ഒന്നുകിൽ ഒരാൾ സ്നേഹത്തോടെ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കൊരു നാരങ്ങ വെള്ളം മേടിച്ചെന്നാൽ അയാൾ നല്ല മനുഷ്യനാന്ന് പറയുന്ന കണക്കാണോ? അയാൾ നാളെ എന്നെ പിടിച്ചോണ്ട് എന്നെ കുനിച്ചുകൊടുത്ത് കൂമ്പിൽ അപ്പൊ നിങ്ങൾ പറയും ഇന്നലെ ജിൻഡോയെ പറ്റി നല്ലത് പറഞ്ഞില്ലേ, ഇന്നെന്താ മാറ്റി പറഞ്ഞത്? ശ്രീകണ്ഠൻ നായർ മാതൃഭൂമിയിൽ നിന്ന് ഹാഷ്മിയെ വിളിച്ചോണ്ട് വന്നു, ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടിട്ട് ഇടിച്ച് ഇഞ്ചി ആക്കിയിട്ട് പറയുക ശ്രീകണ്ഠൻ നായരെ പറ്റി അത് നല്ല പറയാൻ പറ്റുമോ? ഭയങ്കരം തന്നെ. അഖിൽമാരെ അത് രാഷ്ട്രീയം. നാരങ്ങ വെള്ളം കിട്ടുമ്പോഴേക്ക് ഒരാളെ പറ്റി നല്ലത് പറയുന്ന അല്ല രാഷ്ട്രീയം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം പറ. അതല്ല രാഷ്ട്രീയം, ഐഡിയോളജിയാണ്. എന്താ ഐഡിയോളജി? ഞാൻ പറയാം. അഖിൽമാരാർ പറഞ്ഞു, അതായത് BJP-യോട് ചേരാൻ കഴിയും, 80% ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചേരാൻ പറ്റിയ ഏറ്റവും നല്ല പ്രത്യയശാസ്ത്ര ഐഡിയോളജിക്കൽ ധാര 2020 ആണ് എന്ന്. ഇവരൊക്കെ എന്നാ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നത്? എന്ന് വാർത്താ സമ്മേളനത്തിൽ അവർക്ക് ആശയം കേൾപ്പിക്കണോ? അവർക്ക് ആശയം ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കേൾപ്പിക്കണോ? ഞാൻ വീണ്ടും പറഞ്ഞത് അഖിൽമാരാർ സാവുമായി തർക്കോടെ ഇറങ്ങി പോവാണ്. 2020 ആശയം പറഞ്ഞേ. അഖില പറഞ്ഞ അഖിലല്ലേ അവിടെ ഉണ്ടായിരുന്നേ? അഖിലാണോ ചോദിച്ച ആൾക്കാർ താനാ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇനിയും ചോദിക്കേ, പറയാം. ഐഡിയോളജി ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന് പ്ലേ വേണം. അത് പ്ലേ ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാന്നേ. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാം. 2020 സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള മതേതരത്വമുള്ള ഒരു സംഘടനയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. ഞാൻ അവർക്കൊപ്പം പോകുന്നതിന് എനിക്ക് എന്ത് BJP-യുടെ വർഗീയത തടസ്സം? നമുക്ക് പോവാം. എനിക്ക് എന്ത് തടസ്സം? പറഞ്ഞേ എടാ, അത് നല്ല ഐഡിയോളജി അല്ലേ? പിന്നല്ലാതെ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് ഐഡിയോളജി എന്ന് പറഞ്ഞ 2020-യുടെ അല്ലെന്ന് ഈ രാജ്യത്തെ ഏതൊരു സ്വതന്ത്ര കാഴ്ചപ്പാടാ. പറയുന്നത് മാധ്യമപ്രവർത്തനം ആദ്യം പഠിക്കുന്നത്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? താങ്കൾ പറഞ്ഞത് ഈ 2020 ഐഡിയോളജി എനിക്ക് യോജിക്കാൻ പറ്റിയ ഐഡിയോളജി ആണെന്ന് ഞാൻ പുറത്തായപ്പോഴും അത് തന്നെ പറഞ്ഞത്. ഇയാൾ കുറച്ചും ഒരു വോയിസ് കേൾപ്പിച്ചോ? ഇയാളല്ലേ പറഞ്ഞത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഒരു വോയിസ് ഞാൻ പറഞ്ഞത് കേൾപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ സാബുവായിട്ട് തർക്കോട്ട് ഇറങ്ങി വന്നിട്ട് ഐഡിയോളജി കൊള്ളാവോ? ഒരു മിനിറ്റ്, ഐഡിയോളജി കൊള്ളാവോ? അത് ഇപ്പൊ പറയാൻ കഴിയില്ല. T20-യുടെ ഐഡിയോളജിയിൽ ആകർഷണമായി വന്ന് ചേരുകയാണ്. എന്താ ഹാഷ്മി, അതല്ല ഞാൻ ഈ 2020 പോകുന്നു എന്ന് പറഞ്ഞ് മറ്റേ ഗോപകുമാറിന് മെസ്സേജ് അയക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞത് എന്തുവാ? എനിക്കത് ഓർമ്മയില്ല.
എന്താ പറയുന്നത്? എനിക്ക് സാബു ജേക്കബ് എന്ന് പറയുന്ന മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവിടെ കിഴക്കമ്പലം പോലൊരു പഞ്ചായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അല്ല ഇപ്പൊ അത് തന്നെ പ്രത്യയശാസ്ത്ര പ്രശ്നമുണ്ടോ? ഇത് നിങ്ങൾ ഇതുവരെ ഈ രാവിലെ തൊട്ട് രാത്രി മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവും. വരെ രാമായണം വായിച്ചിട്ട് ബ്രൂസ് ഉന്നമയാണോ ശ്രീരാമനെ ഐഡിയോളജി ഞാൻ എന്തുവാ പറഞ്ഞത്? അവർ എന്റെ ഹാഷ്മി, എന്റെ ആഗ്രഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിരുന്നു. സാബു ജേക്കബിന് അത് താല്പര്യമില്ല എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്റെ ചോദ്യം അതല്ല. പിന്നെന്താ ചോദ്യം? അഖിലിന്റെ ചോദ്യം പോലും ചോദിക്കാൻ ഐഡിയോളജി അഖിൽ ഇപ്പൊ യോജിക്കുന്നുണ്ടോ? എടാ 2020 ഐഡിയോളജിയോട് എനിക്കൊരു എതിർപ്പില്ലെന്ന്. ആ പാർട്ടിക്ക് മുന്നോട്ട് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. യോജിപ്പാണ്. പ്രത്യയശാസ്ത്രം 2020 ഒരു കുഴപ്പമില്ല. തമ്പുരാനെ, ഞാൻ എന്തുകൊണ്ട് 2020 മാറി? ഇതിലെന്താ ഇത്ര ആലോചിക്കും? സാബു പൈസ കിട്ടാത്തതുകൊണ്ട്, ഒരു മിനിറ്റ്, പൈസ കിട്ടാത്തതുകൊണ്ടും പദവി കിട്ടാത്തതുകൊണ്ടും മാറി വന്നിട്ട് സാബുവിന്റെ ആശയത്തോട് യോജിപ്പുണ്ട്, കാശ് കിട്ടാത്തതുകൊണ്ട് യോജിപ്പില്ല. ഞാനേ